ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ നീക്കം ചെയ്യണമെന്ന് RSS ജനറൽ സെക്രട്ടറി ദാത്രേയ ഹൊസബലെ ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1976 അടിയന്തരാവസ്ഥാ കാലത്ത് പാർലമെന്റ് ചർച്ചകളില്ലാതെ നിർബന്ധിത ഭേദഗതിയിലൂടെയാണ് ഈ പദങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത് എന്ന് ഹൊസബലെ ചൂണ്ടിക്കാട്ടി. ഈ പദങ്ങൾ ഇന്ത്യയുടെ ധാർമ്മികതയുമായും ദർശനങ്ങളുമായും യോജിക്കുന്നുണ്ടോ എന്ന് ചർച്ച ചെയ്യണമെന്ന് ഹൊസബലെ ആവശ്യപ്പെട്ടു. അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയവർ ഇപ്പോൾ ഭരണഘടനയുടെ പകർപ്പുകളുമായി സഞ്ചരിക്കുന്നത് വൈരുദ്ധ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ ലക്ഷ്യം വെച്ചായിരുന്നു ഹൊസബലയുടെ ഈ പരാമർശം. അടിയന്തരാവസ്ഥാ കാലത്ത് ആയിരക്കണക്കിന് ആളുകളെ തടവിലാക്കുകയും നീതിന്യായ വ്യവസ്ഥയെയും മാധ്യമങ്ങളെയും അടിച്ചമർത്തുകയും ചെയ്തുവെന്നും അക്കാലത്ത് വലിയ തോതിൽ നിർബന്ധിത വന്ധ്യകരണം നടന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. RSS ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസും CPM-ഉം രംഗത്തെത്തിയിട്ടുമുണ്ട്. AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: മനുസ്മൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാത്തതിന്റെ പേരിൽ RSS ഇന്ത്യൻ ഭരണഘടനയെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഒരു പുതിയ ഭരണഘടനയ്ക്കായി ആഹ്വാനം ചെയ്തവരാണ് RSS-ഉം BJP-യും. അതേസമയം CPM ആരോപിച്ചത് ഭരണഘടനയെ അട്ടിമറിക്കാനും ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാനുമുള്ള RSS ലക്ഷ്യമാണ് ഈ പ്രസ്താവനയിലൂടെ പുറത്തു വന്നത് എന്നാണ്. സോഷ്യലിസം, മതേതരത്വം എന്നീ മൂല്യങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉയർത്തിപ്പിടിച്ച അടിസ്ഥാന മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും CPM പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. ഈ വിഷയത്തിൽ രാജ്യത്ത് വലിയ രാഷ്ട്രീയ സംവാദങ്ങൾ ഉയർന്നുവരാൻ സാധ്യതയുമുണ്ട്.